നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഡിഫിക്കൽട്ട് ആയിരുന്നോ, ഈസി ആയിരുന്നോ, മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നോ? അപ്പൊ എത്ര പേർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു? ആൻസർ കീ നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങിയാലോ? ആദ്യത്തെ ചോദ്യം, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? സ്വർണമാണ് ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന 2026 ഏപ്രിൽ മാസം 9-നാണ്. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? EP രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ സ്പോർട്സ് അവാർഡാണ് GV രാജ പുരസ്കാരം. ഇന്ത്യയിലെ വാതോർജ നിലയം, അതായത് വിൻഡ് എനർജിയാണ്, ലംബയാണ്. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? രാക്ഷസ തടാകം അഥവാ രാകാസ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൂളാർ തടാകമാണ്. വൂളാർ തടാകം. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? അമാൻ സേതുവാണ് സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ്. മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാ? പീർപഞ്ചൽ പാതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ഏത് ശിലകളിലാണ്? ധാർവാർ ശിലകളിലാണ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? ഷാഹി പാത. ഷാഹി പാതയാണ്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ദിഗ്ബോയി ആണ്. ദിഗ്ബോയി. അടുത്ത ചോദ്യം, ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ. പ്ലാനിംഗ് കമ്മീഷന്റെ അംഗമായിരുന്നു, ചെയർമാൻ ആയിരുന്നില്ല, റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നില്ല. ബാക്കി രണ്ടും ശരിയാണ്. D ആണ് ഉത്തരം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദ്വായി. അടുത്ത ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന്റെ കാരണം ഏതാണ്? 2ഉം 3ഉം ആണ്. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹമാണ്. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകാമെന്ന് വാദിച്ചു. 1ഉം 2ഉം ആണ് ശരി. താഴെ പറയുന്നവയിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? C രാജഗോപാലാചാരി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. വ്യവസായികളും സംരംഭങ്ങളും ആസൂത്രണത്തിന് എതിരായിരുന്നു. ആഗോള മൂലധന നിക്ഷേപത്തിന് ആയി വാദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ്. B ആണ് ഉത്തരം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 1ഉം 2ഉം ശരിയാണ്. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നു എന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെടുന്നത് ഏതെല്ലാം ആണ്?
1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്തത്, ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തെരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക, ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനും ഉള്ള മനോഭാവവും വികസിപ്പിക്കുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ മാസം 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അന്തർദേശീയ തലത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 1ഉം 4ഉമാണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ ആണ് ഏറ്റവും നീളം കൂടിയ നദി. അഞ്ചുവണ്ണം എന്നാൽ എന്താണ്? വാണിജ്യ സംഘമാണ്. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം ഏതാണ്? തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? എറണാകുളം. അസമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഇത് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം എന്നതാണ് ശരി. സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. പ്രാചീന മലയാളം ആദിഭാഷയും ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളല്ല. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത്? മാപ്പിള കലാപമാണ്. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്നവ ഏതാണ്? 1ഉം 3ഉമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ദൈവദശകത്തിലെ വരികളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത്? മാവിലാന്തോട് വേലുത്തമ്പി ദളവ ബന്ധമില്ല. മണ്ണടി പഴശ്ശിരാജ ബന്ധമില്ല. അതാണ് ശരി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം. ആദ്യം നടന്നത് കുണ്ടറ വിളംബരം, അത് കഴിഞ്ഞ് കുറിച്യ കലാപം, ദെൻ പൂക്കോട്ടൂർ കലാപം, അടുത്ത മൊറാഴ സമരം. ഓപ്ഷൻ ബി ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിനു ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ഡിലനോയി. ഡോട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ക്ഷയമാണ്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകൾ ഓർഗനോയിഡ് ആണ്. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ലൈക്കനുകളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എ ശരിയാണ്. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞനും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. ഈ 6 റീസൺ തെറ്റാണ്. അടുത്ത ചോദ്യം, കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ആരുടെ ആത്മകഥ? കല്ലേൻ പൊക്കുടനാണ്. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാട്ടോണിൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ളത് എയും ഡിയുമാണ്. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. കൂടാതെ അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകൾ പോർട്ടൽ സിരകൾ. എയും ഡിയും ആണ് ശരി. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേര് ബയോ റെമഡിയേഷൻ.
ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? പയറാണ്. ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലാത്തത് ഏതാണ്? സിലിക്കൺ ആണ്. സിലിക്കൺ. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ഉണ്ടാകുന്ന ഊർജം സ്ഥിതികോർജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ചോദ്യം, പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. ഒരു കുതിരശക്തി 746 വാട്ട് ആണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ളത് റേഡിയം. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ് ആണ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്നത് ഉത്പതനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 2000 ഹെർട്സ് ആണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. അപ്പോൾ 2000 ഹെർട്സ് അതിന്റെ ഇടയ്ക്ക് വരുന്നതായതുകൊണ്ട് തന്നെ കേൾക്കാൻ സാധിക്കുന്നു. 12C, 13C, 14C എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? C12 ആണ്. അടുത്തത് 2√2 പ്ലസ് 3√2 മൈനസ് √8. അപ്പൊ √8നെ കൂടെ √2ന്റെ ഫോമിലാക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 3√2 ആണ്. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 ആയി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? 39. ക്ലോക്കിലെ സമയം 3:20 ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്രയാണ്? 20 ഡിഗ്രി. 5⁻x-1 into 5⁻3 into 5⁻2 equal to 3125 എങ്കിൽ എക്സിന്റെ വില എത്രയാണ്? എക്സിന്റെ വില 1 ആണ്. 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ 51. 2.5 plus 3 and 1/4 minus 4 and 1/5 വാല്യൂ എത്രയാണ്? A ആണ്. 60 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടി വരും? 40. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനമാണ്? 20%. അടുത്ത പദം ഏത്? 3, 7, 15, 31. അടുത്ത പദം ഏതാണ്? 63. 16 plus 8 divided by 2 into 6 minus 20 വാല്യൂ എത്രയാണ്? 20 ആണ് വാല്യൂ. ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 3, 6, 11, 18 ഈ ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? 38. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയായിരിക്കും? 4 കിലോമീറ്റർ വടക്കാണ് നിൽക്കുന്നത്. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാ? 120. 3:12 equal to x:60 ആയാൽ എക്സിന്റെ വില എത്രയാണ്? 15. 1, 1, 2, 3, 5, 8. അടുത്ത പദം ഏതാണ്? 13 ആണ്. ഇതൊരു ഫിബനോക്കി സീരീസ് ആണ്. 3 star 2 equal to 9, 4 star 3 equal to 13, 5 star 4 equal to 17, 6 star 5ന്റെ വാല്യൂ എത്രയാണ്? 21. പ്ലസ് എന്നത് ഇൻഡുവിനെയും മൈനസ് എന്നത് പ്ലസിനെയും ഡിവൈഡ് ബൈ എന്നത് മൈനസിനെയും ഇൻഡു എന്നത് ഡിവൈഡ് ബൈയും സൂചിപ്പിച്ചാൽ ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 2 ആണ് കിട്ടുന്നത്. അടുത്തത് 7, 10, 6, 13, 5, 16 എന്ന ശ്രേണിയുടെ 9ാമത്തെ പദം സി ആണ്. 3. 7 plus 8 divided by 4 minus 2 into 3 plus 1 വാല്യൂ എത്രയാണ്? 4 ആണ്. 3 വർഷം മുൻപ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്രയാ? 43 ആണ്. 43. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? അത് കൃത്യമായിട്ട് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞേക്കാൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹർഷിതം എജുടെക് ആപ്പിലെ LDC പുതിയ ബാച്ചിന്റെ കാര്യം മറക്കണ്ട. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻ തീരുന്ന മുടക്കെ നമ്മൾ ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ കൂടി എല്ലാരെയും അറിയിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഫേസിലുള്ള ആൾക്കാര് അടുത്ത ഫേസ് നടക്കാനിരിക്കുകയാണ്, ഉച്ചശേഷം നടക്കാനിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടു കാണും അല്ലേ? അപ്പൊ ഒന്ന് ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പ് എന്ന രീതിയിൽ നിങ്ങൾ അറിയാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് റിവിഷൻ അടിച്ചോളാം. ഓക്കെ, ഇനി August 1 3rd 4th ഫേസ് നടക്കാനിരിക്കുന്നു. നന്നായിട്ട് ഈ 2 പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലൂ പ്രിന്റ് ആയിട്ട് വെച്ചിട്ട് നന്നായിട്ട് തന്നെ പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.